ചെന്നിത്തല രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലെ കർഷകരുടെ സ്വപ്നമായിരുന്ന പുതിയ മോട്ടറും വൈദ്യുതി കണക്ഷനും എത്തിയിട്ടും അവ പ്രവർത്തിപ്പിക്കാൻ വഴിയില്ലാതെ പ്രതിസന്ധിയിലാണ് കർഷകർ. തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെ മോട്ടോർ പുരയിലേക്കുള്ള നടവഴി സ്വകാര്യ വ്യക്തികൾ അടച്ചതാണ് തങ്ങളെ ദുരിതത്തിലാക്കിയതെന്ന് കർഷകർ പറയുന്നു. ചെന്നിത്തല രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലെ കർഷകരുടെ സ്വപ്നമായിരുന്ന പുതിയ മോട്ടറും വൈദ്യുതി കണക്ഷനും എത്തിയിട്ടും അവ പ്രവർത്തിപ്പിക്കാൻ വഴിയില്ലാതെ പ്രതിസന്ധിയിലാണ് കർഷകർ. തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെ മോട്ടോർ പുരയിലേക്കുള്ള നടവഴി സ്വകാര്യ വ്യക്തികൾ അടച്ചതാണ് തങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2023-2024 പദ്ധതിയിൽ 12 ലക്ഷം രൂപയ്ക്ക് വെർട്ടിക്കൽ ആക്സോ പമ്പും മന്ത്രി സജി ചെറിയാന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,68,000 രൂപ വിനിയോഗിച്ച് പുതിയ വൈദ്യുതി കണക്ഷനും നൽകിയെങ്കിലും അവ പ്രവർത്തിപ്പിക്കുവാൻ ആറ്റിൽ കൂടി വെള്ളത്തിൽ സഞ്ചരിച്ച് എത്തേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്നും കർഷകർ പറയുന്നു. ചെന്നിത്തല രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലേക്ക് പമ്പിംഗ് നടത്തുന്നതിനായി കാലങ്ങളായി മോട്ടോർ പുര സ്ഥാപിച്ചിരുന്നത് വെട്ടിക്കൊമ്പൻകേരി ഭാഗത്തുള്ള സ്വകാര്യ പറമ്പിലാണ്. അച്ചൻകോവിലാറ്റിൽ നിന്നും മേച്ചമ്പായി 250 ഏക്കറിലുള്ള പാടങ്ങളിൽ കൃഷിക്കാവശ്യമായ വെള്ളം ഈ മോട്ടോർ പുരയിൽ നിന്നാണ് പെട്ടിയും പറയും ഉപയോഗിച്ച് പമ്പ് ചെയ്തിരുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ കയറില്ല എന്നുള്ള കരാർ പ്രകാരം അവിടെ സ്ഥാപിച്ച വൈദ്യുതി തൂണിൽ നിന്നുമായിരുന്നു വൈദ്യുതി ഉപയോഗിച്ചിരുന്നത്. ഇതിനിടയിൽ ജലസേചനം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. മന്ത്രി സജി ചെറിയാന്റെ ഓഫീസ് ഇടപെട്ട് അരൂർ ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നും ട്രെയിലർ പമ്പ് സെറ്റ് എത്തിച്ചാണ് അന്ന് കർഷകരുടെ ആശങ്ക പരിഹരിച്ചത്. നെല്ലുൽപാദക സമിതിയുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ. അന്നു മുതൽ 2 വർഷത്തിലധികമായി സ്വകാര്യ വ്യക്തിയുമായി നിയമയുദ്ധം നടത്തിവരികയാണ് കർഷകർ. കേന്ദ്ര സർക്കാർ RIDF പദ്ധതി പ്രകാരം വെട്ടിക്കൊമ്പൻകേരി തോട്ടിൽ മോട്ടോർ തറ കിട്ടുന്നതിനും പറക്കുഴിയും പെട്ടിച്ചാലും പണിയുന്നതിനും തുക അനുവദിക്കുകയും മോട്ടോർ പുരയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായി സ്ഥലമുടമ മാവേലിക്കര മുൻസിഫ് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതോടെ കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ലാപ്സാകുന്ന സ്ഥിതി ഉണ്ടായെന്നും കർഷകർ പറയുന്നു. തുടർന്ന് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് വെള്ളം കയറ്റാനുള്ള ശ്രമവും നടത്തിയെങ്കിലും അതും തടയപ്പെട്ടുവെന്നും കർഷകർ പറയുന്നു. പാടശേഖര സമിതി അധികൃതർ കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ തലത്തിൽ വരെ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് സ്വകാര്യ വ്യക്തി പാടശേഖരത്തിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന വഴി മതില് കെട്ടി താഴിട്ട് പൂട്ടുകയുമായിരുന്നുവെന്നും കർഷകർ പറയുന്നു. കർഷകരുടെ ദുരിതാവസ്ഥ മന്ത്രി സജി ചെറിയാൻ നേരിൽ കാണുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഏതായാലും മന്ത്രിയുടെ ഇടപെടൽ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. CDNet ന്യൂസ് മാന്നാർ.